നടനും നാടൻപാട്ട് മിമിക്രി കലാകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ ജന്മനാട്ടിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ ശിലാസ്ഥാപനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. ചാലക്കുടി ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ചെണ്ടവാദനത്തിൽ വിസ്മയം തീർക്കുന്ന ചാലക്കുടി സ്വദേശിനി സംവേദ വേണു നമ്പിടിയെ അനുമോദിച്ചു. 3 കോടി രൂപ ചെലവിൽ നഗരസഭാ ജംഗ്ഷനിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകിയ 35 സെന്റ് ഭൂമിയിലാണ് 6500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ സ്മാരകം നിർമ്മിക്കുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായാണ് നിർമ്മാണം. ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിൽ നാടൻപാട്ട് കലകളുടെ പരിപോഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മാണ ചുമതല വഹിക്കുന്ന സ്മാരകത്തിന് പരമ്പരാഗത ശൈലിയിലുള്ള പ്ലാനും എലിവേഷനും തയ്യാറാക്കിയത് ചാലക്കുടിയിലെ യുവ ആർക്കിടെക്ട് ഗോപകുമാറാണ്. ചടങ്ങിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ കലാകാരന്മാർ കലാഭവൻ മണിക്ക് പാട്ടുകളിലൂടെ ആദരം അർപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ, നഗരസഭാധ്യക്ഷൻ ഷിബു വാലപ്പൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, സംവിധായകൻ സുന്ദർദാസ്, RLV രാമകൃഷ്ണൻ, പ്രസീത ചാലക്കുടി, നഗരസഭാ കൗൺസിലർമാരായ VO പൈലപ്പൻ, KV പോൾ, MM അനിൽകുമാർ, നിത പോൾ, അഡ്വക്കേറ്റ് ബിജു S ചിറയത്ത്, ആനി പോൾ, കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കലാഭവൻ മണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ചിരി, അദ്ദേഹത്തിന്റെ ആർദ്രമായ പാട്ടുകളും അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനയ മികവുമാണ് നമ്മുടെ എല്ലാ മനസ്സിൽ ഓടിയെത്തുന്നത്. മലയാള സിനിമയിലും നാടൻ കലാ രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അതുല്യ പ്രതിഭയായിരുന്നു കലാഭവൻ. ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് പൊരുതി കയറിയ ഒരു കലാകാരനുമാണ്. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി, അർപ്പണബോധത്തിന്റെ ഫലമായി ഏറെ സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു അഭിമാന മുഹൂർത്തമാണ്. 8 വർഷക്കാലം മുമ്പ് തുടക്കം കുറിച്ച ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള അതുല്യ കലാകാരൻ കലാഭവൻ മണിയുടെ സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇവിടെ അതിന് തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട്